ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ഒരു ജാതിക്കഥ. 1925 വർക്കല വെച്ചിട്ടാണ് ഇവർ പരസ്പരം കണ്ടുമുട്ടുന്നത്. ആ സമയത്ത് ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഹിന്ദു മതത്തിലെ വർണ്ണവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഗാന്ധി ഗുരുവിനോട് ചോദിച്ചു, അല്ലേ ഗുരു, ഈ കാണുന്ന മരങ്ങളിലെ ഇലകൾക്കൊക്കെ വലിപ്പ വ്യത്യാസങ്ങളുണ്ട്. ആ വലിപ്പ വ്യത്യാസം പ്രകൃതി തന്നെ നിർമ്മിച്ചെടുത്ത ഒന്നാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യനിലെ ഈ വർണ്ണ വ്യത്യാസം പ്രകൃതി നിർമ്മിച്ച ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വർണ്ണ വ്യത്യാസം നമ്മൾ അംഗീകരിക്കണ്ടേ? ചോദ്യം കേട്ട ഗുരു വളരെ ലളിതമായ ഉത്തരം പറഞ്ഞു. ആ ഉത്തരം വളരെ പ്രസക്തമാണ്. ഈ ഇലകളിലെ വലിപ്പ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ചാറിനും സത്തിനും ഒരേ ടേസ്റ്റാണ്, അല്ലെങ്കിൽ ഒരേ ഗുണമാണ്. പിന്നെ ഈ വലിപ്പ വ്യത്യാസം എന്ന് പറയുന്നത് സൂര്യപ്രകാശവും വേരുകൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലവും ലവണമൊക്കെയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യരിലെ ഈ വർണ്ണ വ്യത്യാസം എന്ന് പറയുന്നത് അവൻ്റെ സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടുകളെ അനുസരിച്ചിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ മനുഷ്യന്മാരെല്ലാവരും വ്യത്യസ്തരാണെങ്കിലും ഗുണപരമായി എല്ലാ മനുഷ്യനും ഒന്നാണ്. ഒരു വലിയ വിഭാഗം ജനങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക സാമൂഹിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണക്കാരൻ തന്നെ ജാതിയാണ്. ഗാന്ധിയും ഗുരുവും സംസാരിച്ചിട്ട് ഏകദേശം 100 വർഷങ്ങൾ പിന്നിട്ടു. എന്നിട്ടും നമ്മുടെ ഈ കാലഘട്ടത്തിലും ജാതി നിലനിൽക്കുന്നുണ്ട്. ജാതി എവിടെയെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ചുമ്മാ നിൽക്കുമ്പോൾ മാട്രിമോണി സൈറ്റുകളിൽ നീ കയറി നോക്കിയാൽ മതി. കുറേയധികം ജാതികൾ അവിടെ പ്രസക്തമാണ്.